ഹലോ എവരിബഡി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരു ന്യൂ ഇയർ ഡ്രൈവാണിത്. ഞാനും കുട്ടികളും രേവതിയും കൂടി ഒന്ന് അതിരപ്പള്ളി വരെ പോകാൻ. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് തന്നെ നമ്മൾ വെറ്റിലപ്പാറയിലെ ചെക്ക് പോസ്റ്റിൽ പോയി വണ്ടിയുടെ ഡീറ്റെയിൽസും എങ്ങനെ പോകുന്നതെന്നൊക്കെ ഡീറ്റെയിൽസ് കുഞ്ഞിന് ഒരു കോൺഫിഡൻസോടുകൂടി പിള്ളേർ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാറുണ്ട്. അവനത് പോയി ചെയ്തു. അവിടെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് എൻട്രി എടുത്ത് നേരെ അതിരപ്പള്ളി ഭാഗത്തേക്ക് പോയി. അതിരപ്പള്ളിയിലും അവിടെ കയറാനുള്ളൊരു ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നില്ല. ചുമ്മാ അവിടം വരെ ഒരു ഡ്രൈവ്, അതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം ഓൾറെഡി നമ്മൾ ലേറ്റായി, പിന്നെ മഴയില്ലാത്തതുകൊണ്ട് കാര്യമായ വെള്ളവുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു മൂടുണ്ടായില്ല. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി കഴിഞ്ഞ് വാഴച്ചാലെത്തി. വാഴച്ചാലിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അവിടുത്തെ ഓഫീസറിനോട് ചോദിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ഇരുമ്പ് പാലം വരെ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് നമ്മൾ ആ ഇരുമ്പ് പാലത്തിൻ്റെ അവിടെ ചെന്നു. ഈ അയൺ ബ്രിഡ്ജ് അത്യാവശ്യം ചരിത്രവുമായി ഒത്തിരി ബന്ധമുള്ളതാണ്. നമ്മുടെ തമിഴ്നാട് കേരള ഒരു കണക്ഷൻ ഉണ്ടാക്കിയത് നമ്മുടെ ബ്രിട്ടീഷ് റൂളിംഗ് ടൈമിലായിരുന്നു ഇവർ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഒത്തിരി ടൂറിസത്തിനാണെങ്കിലും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ബ്രിഡ്ജ് ഒത്തിരി യൂസാണ്. അങ്ങനെ പാത്തുവിന് വിശക്കണമെന്ന് പറഞ്ഞ് ഹോട്ടലിൽ കയറി. അവൾക്ക് കഴിക്കാനായിട്ട് മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രേവുമായിട്ട് ചെറിയൊരു സംഘടനയൊക്കെ ഉണ്ടായി. പിന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് കുറച്ച് നേരം ആ വാഴച്ചാലിൻ്റെ തീരുന്ന വശത്തുള്ള വെള്ളത്തിൻ്റെ അവിടെയൊക്കെ കുറച്ച് മങ്കിയൊക്കെ ഉണ്ടായി. അതിനെയൊക്കെ കണ്ട് നിന്ന്. അപ്പോൾ പാത്തുവും കുഞ്ഞും കൂടി മങ്കിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചങ്ങനെ കളിച്ച് നിന്നപ്പോഴാണ് നമ്മൾ ആ ഫോറസ്റ്റിൻ്റെ അവിടെ ഒരു നേരെ അകത്തേക്കുള്ള വഴി കണ്ടിട്ട് രേവതി പറഞ്ഞ് നമുക്ക് അവിടം വരെ ഒന്ന് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി പതുക്കെ അങ്ങോട്ട് നടക്കാനുള്ളൊരു പ്ലാനിലിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്തുക്കുട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവിടെയൊക്കെ അത്രയും ഗ്രീനറിയൊക്കെ ആയിട്ട് നിൽക്കണതുകൊണ്ട് ആൾ തുള്ളിച്ചാടി. ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു പോത്തിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. 2-3 പോത്തുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഇവർക്ക് കാണാനും നമുക്കൊക്കെ കാണാൻ ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും അവിടെ തന്നെ ആ പോത്തിൻ്റെ ഓണർ, അവിടെ ഒരു ദേവു എന്നാണ് കുട്ടിയുടെ പേര്. ഞങ്ങളതിനോട് രേവതിയോട് സംസാരിക്കുകയും കുഞ്ഞും പാത്തുമൊക്കെ അവരോട് ഇൻട്രാക്ട് ചെയ്ത് കുറച്ച് സമയം അവിടെ നിന്ന്. അങ്ങനെ പാത്തു വീണ്ടും അവിടെ ഓടിക്കളിച്ചൊന്ന് വീണ്. അപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ രേവതി അവൾക്ക് കുറച്ച് സ്വീറ്റ്സും ഡയറി എന്തൊക്കെയോ, കുട്ടി +2 പഠിക്കുന്ന 8ൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരോട് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. രേവതി അവളുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. കുട്ടിക്ക് ഇനി പഠിച്ച് വലിയ ഡോക്ടറൊക്കെ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങളൊരു വിഷിങ്ങൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നമ്മളവിടുത്തെ ചെക്ക് പോസ്റ്റിൻ്റെ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ കൈ കാണിച്ചു. വേറെ ഒന്നുമില്ല, വണ്ടിയിൽ പതിവായിട്ട് നമ്മൾ പല ആൾക്കാരും പ്ലാസ്റ്റിക്കും ഇതെല്ലാം അവിടെ ഇട്ടിട്ട് പോരും. അപ്പം നമ്മളതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. തൊട്ടടുത്ത് തന്നെ വാഴച്ചാലിൻ്റെ ഹോർഡിങ് ഉള്ളൊരു ബോർഡ് ഉണ്ടായിരുന്നു. അവിടെ പൊതുവേ ഞാൻ എപ്പോൾ പോകുമ്പോഴും അവിടെ നിന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും. പതിവ് പോലെ അതും എടുത്തു. തിരിച്ചു പോകുമ്പോഴേക്കും ആ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ തീരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലും സന്തോഷത്തിലും നമ്മൾ വീണ്ടും തിരിച്ച് അതിരപ്പള്ളി ഭാഗത്തേക്ക് പോന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു ചെറിയ കണ്ടൻറ്റേ ഉള്ളൂ. അപ്പോൾ പുതിയ നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ പുതിയ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്